ജനങ്ങളുമായി സംവദിക്കാൻ വീണ്ടും TV-K അധ്യക്ഷൻ വിജയ് ഉള്ളരങ്ങ് എന്ന പേരിൽ നടത്തുന്ന പരിപാടി ഇന്ന് കാഞ്ചീപുരത്താണ്. തിരഞ്ഞെടുത്ത 2000 പേർക്കാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുക. കാഞ്ചീപുരത്ത് നിന്ന് മനേഷ് മൂർത്തി തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മനേഷ്. കാഞ്ചീപുരത്ത് ഒരുക്കങ്ങളൊക്കെയായി. എന്തായാലും 2000 പേര് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എന്നതുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ആവശ്യമില്ല. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കാഞ്ചീപുരത്ത് ജിപ്മ പറഞ്ഞ JPR എന്ന് പറയുന്ന കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇന്നിപ്പോൾ പരിപാടി നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, അത്യാവശ്യം ഈ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ചില ആളുകളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 8:30 മണിക്ക് ശേഷമാണ് മീഡിയ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. അതുപോലെ തന്നെ ആളുകളെയും ഈ രീതിയിലാണ് പ്രവേശനം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ അല്പസമയം മുമ്പാണ് ഇവിടേക്കുള്ള ആളുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000 പേരെ മാത്രമാണ് ഇവിടേക്ക് ഇപ്പോൾ അലോ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, അത് വളരെ കൃത്യമായി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അതിൽ QR കോഡൊക്കെ സ്കാൻ ചെയ്തും ആ രീതിയിൽ തന്നെയാണ് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ വിദ്യാർത്ഥികളുണ്ട്, യുവജനങ്ങളുണ്ട്, അതുപോലെ കർഷകരുണ്ട്, സ്ത്രീകൾ, അങ്ങനെ വിവിധ കാറ്റഗറിയിൽ നിന്നുള്ള ആളുകളെയാണ് ഇവിടേക്ക് ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും അവരുമായി സംവദിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കരൂരിലെ ആ ഒരു സംഭവത്തിന് ശേഷം കൃത്യമായ അർത്ഥത്തിൽ വിജയ് ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ജനങ്ങളുമായി സംവദിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം സുരക്ഷാ ക്രമീകരണങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം തന്നെ പറഞ്ഞിരുന്നു. നമുക്ക് ഇപ്പോൾ ഡിസംബർ 4-ന് സേലത്ത് സമാനമായ രീതിയിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ വേണ്ടി വിജയ് അപേക്ഷ നൽകിയിരുന്നു പോലീസിന്. പക്ഷേ ആ തീയതി മാറ്റണം എന്നുള്ളൊരു കാര്യം പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോഴാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട 2000 പേരെ കൃത്യമായി തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അത് ആ 2000 പേരല്ലാണ്ട് മറ്റാരും തന്നെ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സ്ത്രീകളാണ് അധികവും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരിൽ അധികവും സ്ത്രീകളാണ്. ഈ പറഞ്ഞ രീതിയിൽ ആരും സംസാരിക്കാനൊന്നും തയ്യാറാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു വിഷയം. നമ്മൾ പലരോടും സംസാരിച്ചിരുന്നു. എക്സ്ക്യൂസ് മീ ചുങ്കച്ചത്രത്തിലിരുന്ന് വന്നിരിക്കണോ? அதோ இருக்கு, கார்டு கொடுத்துருக்காங்க, வீட்டுக்கே வந்து கொடுக்காங்க. ஓகே. புரியல. இல்லை, இப்போ விஜய் கிட்ட என்ன சொல்ல போறானே, எந்த கருத்துக்கள் சொல்ல போறீங்க? விஜய் கிட்ட எப்படி பார்த்து விஜய் பார்க்க வந்தியா இல்லை கருத்துக்கள் சொல்ல வந்தியா? விஜய் பார்க்க வந்தோம். அவர் என்ன பேசுவாருன்னு கேட்க வந்தோம். அவரோட ஸ்பீச்சுக்காகவே வந்தோம். இதுக்கப்புறம் என்ன பண்ணுவாங்க, என்ன மாற்று நடிக்கும் அப்படின்னு பார்க்கறதுக்காக. யூத்தோட பிரச்சனைகள் எல்லாம் கேட்பான்ல? புரியல. யூத்தோட பிரச்சனைகள் எல்லாம் கேட்பான்ல அவரு? கேட்டால் ஃபஸ்ட்டு சேஃப்டி அதை பற்றி பேசுவோம். മറ്റപടി വേറെ അപ്പോൾ ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സേഫ്റ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം, വിജയ് എന്താണോ സംസാരിക്കുന്നത് കേൾക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും പറയുന്നത്. അപ്പോൾ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. ഈ പറഞ്ഞ രീതിയിൽ QR കോഡൊക്കെ സ്കാൻ ചെയ്തുകൊണ്ട് 2000 പേരെ ആണ് പ്രവേശിപ്പിക്കുക. ആ രീതിയിലാണ് എന്തായാലും ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.